സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. വസ്തുനിഷ്ഠമെന്ന് ആധികാരികമാകുന്ന ഏത് ചരിത്രരചനയും ഒരർത്ഥത്തിൽ ഭൂതകാലത്തിലേക്കുള്ള ആത്മനിഷ്ഠമായ യാത്രാഫലങ്ങളാണ്. ലക്ഷ്യങ്ങളെയും പ്രമാണങ്ങളെയും ആധാരമാക്കുമ്പോഴും ചരിത്രകാരൻ്റെ ഭാവനയും ലോകവീക്ഷണവുമാണ് അതിന് ചോരയും നീരും നൽകുന്നത്. പരശുരാമകഥ പിൻപറ്റുന്ന കേരള പഴമ മുതൽ ശാസ്ത്രീയ ചരിത്ര രചനയുടെ രീതിശാസ്ത്രം പ്രയോഗിക്കുന്ന പുതുകൃതികൾ വരെയുള്ള ചരിത്ര പാഠങ്ങൾ ഈ ധാരണയെ ഉറപ്പിക്കുന്നതേയുള്ളൂ. ഇന്നും കേരള ചരിത്രത്തിൽ എത്രയോ ഒഴിവിടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വിദേശ സഞ്ചാരികളുടെ ലിഖിത സാക്ഷ്യങ്ങളെ ആസ്പദമാക്കി ശ്രീ വേലായുധൻ പണിക്കശ്ശേരി പുനഃസൃഷ്ടിച്ച കേരളത്തിന്റെ പ്രാചീന ചരിത്രകാലം ഇത്തരം ശൂന്യസ്ഥലങ്ങളെ നികത്താൻ പര്യാപ്തമായി. നമ്മുടെ ചരിത്രലേഖന പാരമ്പര്യത്തിൽ അനന്യമായ അന്വേഷണ ബുദ്ധിയുടെയും നിർമ്മാണാത്മക ഭാവനയുടെയും നിദർശനങ്ങളാണ് പണിക്കശ്ശേരിയുടെ കൃതികൾ. ഒരു കാലത്ത് മുസിരിസിനോളം പ്രാധാന്യമുണ്ടായിരുന്ന പ്രാചീന തുറമുഖവും തന്റെ ജന്മദേശവുമായ ചേറ്റുവായുടെ വേരുകൾ തേടിയുള്ള കൗതുക യാത്രയാണ് ഈ ഗ്രാമീണനെ കേരള ചരിത്രത്തിന്റെ തന്നെ കാണാപ്പുറങ്ങളിൽ എത്തിച്ചത്. ഒരു പ്രാദേശിക ഗ്രന്ഥശാലയുടെ ജ്ഞാന പശ്ചാത്തലത്തിൽ നിന്ന് സർവകലാശാല നിലവാരമുള്ള പഠന ഗ്രന്ഥങ്ങളുടെ സൃഷ്ടിയിലെത്തിയ വേലായുധൻ പണിക്കശ്ശേരിയുടെ പഠന മനനങ്ങളാണ് വേറിട്ട കാഴ്ചകളിലെ ഈ അധ്യായം സമർപ്പിക്കുന്നത്. ഈ പ്രദേശത്തിന് പ്രത്യേകതയുണ്ട്. ഈ കേരള ചരിത്രത്തിലെ ഏറ്റവും അധികം യുദ്ധങ്ങളും പടയോട്ടങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ചേറ്റുവ മണപ്പുറം. ഇതാദ്യം അയിരൂർ സ്വരൂപത്തിൻ്റെ കീഴിലായിരുന്നു, രാജവംശത്തിൻ്റെ. പിന്നീട് സാമൂതിരിയും കൊച്ചിയും മാറി മാറി കൈവശം വെച്ചു. അവരിൽ നിന്ന് പോർട്ടുഗീസുകാർ, ഡച്ചുകാർ, മൈസൂർ സുൽത്താന്മാർ, ബ്രിട്ടീഷുകാർ അവരൊക്കെ ആധിപത്യം സ്ഥാപിച്ചു. ഇവരുടെ എല്ലാം പടയോട്ടങ്ങൾ ധാരാളം നടന്നിട്ടുള്ള, കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം യുദ്ധങ്ങൾ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ സ്ഥലം. അപ്പോൾ ഇതിൻ്റെ എല്ലാം നിറം പിടിപ്പിച്ച കഥകൾ കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. ഇത്തരം കഥകൾ പറഞ്ഞു തന്നിരുന്നത് ആരാ? പറഞ്ഞു തന്ന എനിക്ക് സമപ്രായക്കാരായ കുട്ടികളൊന്നും കളിക്കാനുണ്ടായിരുന്നില്ല. അപ്പം അടുത്ത് ഉള്ള ഒരു ജ്ഞാനവൃദ്ധൻ, അയാൾക്ക് ഈ വക വീട്ടുപുരാണങ്ങൾ, നാട്ടുപുരാണങ്ങൾ ധാരാളം അറിയാം. അപ്പോൾ ഒഴിവു സമയങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരിക്കും. അദ്ദേഹമാണ് ഈ കാര്യങ്ങളൊക്കെ എന്നെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കളിപ്പിച്ചിരുന്നത്. അതുപോലെ അച്ഛൻ കച്ചവടക്കാരനായിരുന്നതുകൊണ്ട് അന്ന് നോട്ടുകളൊന്നും അല്ല അധികം ഉണ്ടായിരുന്നത്, ചില്ലറകളാണ്. അപ്പോൾ എടുക്കാത്ത കുറേ നാണ്യങ്ങൾ, പല വിദേശ രാജ്യങ്ങളുടെ നാണ്യങ്ങളുണ്ടാവും, അതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പെട്ടിയിലിടും. എൻ്റെ കളിക്കോപ്പുകൾ ആ നാണയങ്ങളായിരുന്നു. അതുപോലെ പഴയ മാതൃഭൂമി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ ഇവിടെ വാങ്ങി സൂക്ഷിച്ചിരുന്നു. അപ്പോൾ അതിലൊക്കെ ബാലകൃഷ്ണപിള്ള, കാമ്പിലാനന്ദ മാസ്റ്റർ ഇവരുടെയൊക്കെ ലേഖനങ്ങൾ എന്നെ അക്കാലത്ത് വളരെയധികം ആകർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ പറവൂരിൽ പോയി ബാലകൃഷ്ണപിള്ളയെ കാണാനും സംസാരിക്കാനും കത്തിടപെടൽ നടത്താനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്നേ ഈ ചരിത്രത്തിൽ ഒരു താല്പര്യം വളർത്താൻ ഇതൊക്കെ സഹായിച്ചിട്ടുണ്ട്. SSLCക്ക് പുറത്തേക്ക് ഔപചാരിക വിദ്യാഭ്യാസം കടന്നിട്ടില്ലാത്ത വേലായുധൻ പണിക്കശ്ശേരി 16 ചരിത്ര കൃതികളടക്കം 30ഓളം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. കേരളം 16-ാം നൂറ്റാണ്ടിൽ എന്നതായിരുന്നു ആദ്യം പ്രസിദ്ധീകരിച്ച കൃതി. ഇബ്നു ബത്തൂത്ത, മാർക്കോ പോളോ, അൽ ഇദ്രിസി തുടങ്ങിയ സഞ്ചാരികളുടെ യാത്രാക്കുറിപ്പുകളെ ആധാരമാക്കി കേരളത്തിന്റെ പ്രാചീന മധ്യകാല ചരിത്രത്തെ പുനർരചിക്കാൻ ശ്രമിച്ചവയാണ് ഇവയിൽ പ്രധാനം. പെരുമാൾ ഭരണകാലത്തെയും കൊളോണിയൽ ആധിപത്യകാലത്തെയും പ്രമേയമാക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേരളത്തിലെ നവോത്ഥാന നായകരെ അവതരിപ്പിക്കുന്ന അയ്യൻകാളി മുതൽ വീട്ടി വരെ, ഡോക്ടർ പൽപ്പു തുടങ്ങി ജീവചരിത്ര ശാഖയിലും ഇദ്ദേഹത്തിന്റെ രചനകളുണ്ട്. ജനയുഗം വാരികയിൽ പങ്ക്തികാരൻ കൂടിയായിരുന്നു ഇദ്ദേഹം. ആദ്യത്തെ ചരിത്രകൃതി ഇറങ്ങിയത് കേരളം 600 കൊല്ലം മുമ്പ് എന്നുള്ള പുസ്തകമാണ്. അത് ഞാൻ പ്രസിദ്ധീകരണത്തിനായി NBSലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ വിതരണത്തിന് എടുക്കാമെന്ന് പറഞ്ഞ ഉടനെ മറുപടിയും വന്നു. അപ്പോൾ അതിന് വിതരണത്തിന് എടുക്കണമെങ്കിൽ അതിൻ്റെ പ്രിൻറ്റിങ് കോസ്റ്റ് നമ്മൾ വഹിക്കണം.
അപ്പോൾ 550 രൂപയോ മറ്റുമാണ് അന്ന് അതിനെ അവർ അറിയിച്ചിരുന്നത്. കാരൂരാണെന്ന് സെക്രട്ടറി. എനിക്ക് പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അന്നത്തെ ഡയറക്ടർ ബോർഡിൽ AD ഹരിശർമ്മ കേട്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ആണ് ഈ പുസ്തകം താല്പര്യം എടുത്തിട്ട് പബ്ലിഷ് ചെയ്യാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങോട്ട് അടുത്ത മീറ്റിങ്ങിലും ഓരോ മീറ്റിങ്ങിലും ചെല്ലുമ്പോഴും ഈ പുസ്തകം മേശപ്പുറത്ത് ഇരിക്കുകയാണ്, ഇതിൻ്റെ മാറ്റർ. അപ്പോൾ കാരൂരിനോട് അങ്ങോട്ട് ചോദിച്ചു, എന്താണ് ഇത് പ്രിന്റ് ചെയ്യാത്തത്? ഇത് വളരെ താല്പര്യത്തോടെ ഞാൻ എടുത്തു വെച്ച പുസ്തകമാണല്ലോ. പറഞ്ഞു, പൈസ ഇതുവരെ അടച്ചു കിട്ടിയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഹരിശർമ്മ അയാളുടെ അക്കൗണ്ടിൽ നിന്നുള്ള, അയാൾ പുസ്തകങ്ങൾ കുറേ NPS-ലുണ്ട്, ഇതിനുള്ള സംഖ്യ എടുത്തുകൊള്ളാൻ പറഞ്ഞ് കത്ത് എഴുതി കാരൂരിന് കൊടുത്തു. എന്നിട്ട് എന്നെ അറിയിച്ചു, ഞാൻ അതിനുള്ള പൈസ കാരൂർ സാറിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇത് വിറ്റ് തീരുന്ന സമയത്ത് അതിൻ്റെ പൈസ അവിടെ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യത്തെ പുസ്തകം ഇറങ്ങിയത്. ലേഖനം ആദ്യമായിട്ട് അച്ചടിച്ച് വന്നിട്ടുള്ളത് 1955-ലാണ്. അത് തകഴി ശിവശങ്കരപ്പിള്ളയുടെ തൂലിക ചിത്രമാണ്. പൂനെയിൽ നിന്നിറങ്ങിയിരുന്ന പൂന മലയാളി വിശേഷൽപ്രതിയിലാണ് അത് അച്ചടിച്ച് വന്നത്. ആദ്യം തൂലിക ചിത്രങ്ങളാണ് ഞാൻ എഴുതിയിരുന്നത്. കാരൂരിനെ കുറിച്ച്, പറ്റേക്കാട്ടിനെ കുറിച്ച്, ഉറൂപ്പിനെ കുറിച്ച്, കോവിലിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അന്നത്തെ ഒരു പ്രധാന വാരികയായിരുന്നു ജനയുഗം, കൊല്ലത്ത് നിന്ന് ഇറങ്ങിയിരുന്നു. ആ ജനയുഗം വാരികയിൽ ഞാൻ 2 പംക്തികൾ ഉദ്ഘാടനം ചെയ്തു. അന്ന് ചെറുപ്പക്കാരുടെ ഏറ്റവും അധികം താല്പര്യം വളർത്തിയിരുന്നൊരു വാരികയാണ് ജനയുഗം. ഒന്ന് തൂലിക ചിത്രം എന്ന് പറഞ്ഞിട്ടൊരു പംക്തി, ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാരെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന പംക്തി. അതുമാതിരി മൺമറഞ്ഞു പോയ സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്ന പോയ തലമുറ എന്ന് പറഞ്ഞിട്ടൊരു പംക്തി. ഇതിൽ ഞാൻ ധാരാളം ലേഖനങ്ങൾ എഴുതി. അതിലാണ് കാരൂർ, SK പൊറ്റേക്കാട്ട്, ഉറൂബ്, കോവിലൻ ഇവരെക്കുറിച്ചൊക്കെ എഴുതിയത്. പിന്നെയും കുറേ അധികം പേരെ എഴുതിയിട്ടുണ്ട്. ഈ 5 പേരുടെ തൂലികചിത്രങ്ങൾ ഞാൻ കാരൂർ മുതൽ കോവിലം വരെ എന്നുള്ള പേരിൽ കറണ്ട് ബുക്സ് അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ കോവിലൻ്റെ തൂലിക ചിത്രം അദ്ദേഹത്തിൻ്റെ ഒരു സഹപാഠി കാക്കനാട്ട് സുകുമാരൻ എന്ന് പറഞ്ഞ സിലോണിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള അദ്ദേഹം തമിഴിലേക്ക് തർജ്ജമ ചെയ്ത് ശ്രീലങ്കയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. Pantene is now reborn.